മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചു മിടുക്കനെ കാണാനാണ് കേട്ടോ. അപ്പോൾ അതെന്താ സംഭവം എന്നറിയണ്ടേ? ഇവനാണെങ്കിൽ എത്ര മിനിറ്റ് കണ്ണടയ്ക്കായിരുന്നു? 9 മിനിറ്റ് 2 സെക്കൻഡ് കണ്ണടയ്ക്കാതെ ഇരുന്ന് വെറുതെ കണ്ണടയ്ക്കായിരുന്നൊന്നുമല്ല കേട്ടോ. അതായത് ഇവിടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ ഹരിപ്പാടാണ്. നമ്മുടെ ഹരിപ്പാട് കവറാട്ട് അമ്പലത്തിൻ്റെ സമീപമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹത്തിൻ്റെ പേര് കൂടെ അദ്ദേഹം തന്നെ പറയും. പേര് പറഞ്ഞോ മോനെ? മാധവി നായർ എന്നാണ്. എത്രല്ല പഠിക്കുന്നത്? 10ലാണ് പഠിക്കുന്നത്. എത്ര പഠിക്കുമ്പോഴാണ് കിട്ടിയത്? 9 പഠിക്കും. പിന്നെ നമ്മൾ ഈ പരിപാടിയൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന് ആദ്യം കിട്ടിയ റെക്കോർഡ് ബുക്കുകളും കാര്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഒന്ന് കാണാം. ഇതൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയല്ലേ? ഈ പെണ്ണൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള അല്ലേ? എന്തോ വേണം. ഇതേ നോക്കിക്കേ, നമുക്ക് അധികം ആർക്കും കിട്ടാത്ത, അധികമൊന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും കിട്ടാത്ത സ്പെഷ്യൽ സംഭവമാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ഇദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഇദ്ദേഹത്തെയൊക്കെ വ്യക്തമായിട്ട് പരിചയപ്പെടാം. ആദ്യം അതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുവാണേ. നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു കൊച്ചുമിടുക്കൻ്റെ വീട്ടിലാണെന്നും ഇതിൻ്റെ സംഗതികളും ഒക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുകയും കൂടാതെ തംബ്ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും വേണം. പിന്നെ വേറൊന്ന് കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇദ്ദേഹം ഇപ്പം നമുക്ക് വേണ്ടിയിട്ട്, ഈ കൊച്ചുമിടുക്കൻ നമുക്ക് വേണ്ടിയിട്ട് ഇവർ ആ ഒരു റെക്കോർഡൊക്കെ കരസ്ഥമാക്കിയതിൻ്റെ എങ്ങനെയാണ് കരസ്ഥമാക്കിയത്, അല്ലെങ്കിൽ എന്താണ് ചെയ്തത്, അതായത് തുറിച്ചു നോക്കി എത്ര മിനിറ്റ് ആയിരുന്നു മോനെ? 9 മിനിറ്റ് 2 സെക്കൻഡ് തുറിച്ചു. അപ്പോൾ അത്രയും സമയം ഇപ്പം ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പലിനോട് ഇതൊരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞപ്പം പുള്ളിക്കാരിയാണ് ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് എൻകറേജ് ചെയ്തത്. പ്രിൻസിപ്പലാണോ? അപ്പോൾ അത് കൂടുതൽ പ്രോത്സാഹനം? അതെ, കൂടുതൽ പ്രോത്സാഹനം നൽകിയത് പ്രിൻസിപ്പലാണ്. അപ്പോൾ ആ ഒരു കഴിവ് കണ്ടെത്തി നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ അതിന് കൂടുതൽ പ്രോത്സാഹനം നൽകി. അപ്പോൾ അത് ചെയ്തു നോക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്ത് നോക്കി. അതിൽ നിന്നാണ് ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് മാധവിന് ഈ ഒരു നേട്ടം ഉണ്ടായത്. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയായിരുന്നു. പഠിക്കാനിരിക്കുന്ന സമയത്തായിരുന്നു ഇത് ചെയ്തോണ്ടിരുന്നത്. കണ്ണ് ചുമ്മാ നല്ലതാണ് സാർ, ശരിക്കും നല്ലതാണ്. പക്ഷെ പഠിത്തത്തിലല്ലായിരുന്നു ശ്രദ്ധ. അപ്പൊ കണ്ണ് ചുമ്മാതെ ഇങ്ങനെ അതിലായിരുന്നു ശ്രദ്ധ. അപ്പൊ നമ്മൾ ചെറിയ വഴക്കൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഈ ഒരു നേട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല അഭിമാനം തോന്നി. സ്കൂളിലൊക്കെ നല്ല ഒരു ഫംഗ്ഷനൊക്കെ നടത്തി, നല്ല സ്കൂളുകാരും വളരെ നല്ല പ്രോത്സാഹനം നൽകി. ഓ അത് ശരി. ഓക്കെ, രണ്ടുപേരും അതേ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ അല്ലേ? ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത് അവിടെ? ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം മോൻ ഇത്രയും വലിയൊരു ഒരു വലിയ വിജയം കരസ്ഥമാക്കിയപ്പോൾ തന്നെ എന്തായാലും ആ സ്കൂളിൽ വലിയൊരു അഭിമാനം നിങ്ങൾ നേടിക്കാണും അല്ലേ? ആ ID കാർഡ് എങ്ങനെ കാണിക്കുമോ? അതെന്താ സംഭവം? ആ കിടക്കുന്ന എന്താണത്? എന്താ സംഭവം? എന്താ ഇത്? നമുക്ക് മാധവ് വണ്ടിയിലുണ്ട്, കാറിലൊക്കെ ഉണ്ടെങ്കിൽ ടോൾ അടയ്ക്കണം. ടോൾ ഫ്രീ ആണ്. മാധവനെയും കൊണ്ട് പോകാൻ ടോൾ ഫ്രീ ആണ്. ID കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ID കാർഡ് അല്ലേ? ഈ ID കാർഡായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൾ ഫ്രീ ആയിട്ട് പോയിട്ട് വരാം. അത് കൊള്ളാം. അപ്പൊ എല്ലാ രീതിയിലുള്ള സെറ്റപ്പും ഉണ്ട്. ഇതെന്താണ് സംഭവം? ഇദ്ദേഹത്തിന്റെ റെക്കോർഡ് പൊട്ടിച്ചാണ് ഇപ്പം മാധവ് എന്തായത് കണ്ണ് ചിമ്മാതെ എത്ര മിനിറ്റ് നിന്നു അല്ലേ? 7 minutes and 15 seconds ആണ്. മാധവക്ക് 9 minutes 2 seconds ബ്രേക്ക് ചെയ്ത്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഇവരിലോട്ട് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാം. ഇപ്പം മാധവനോട് ഞാൻ വേറെ കാര്യങ്ങൾ ചോദിച്ചോട്ടെ. വേറൊന്നുമല്ല, ഈ ഒരു സംഭവങ്ങൾ, അതായത് നിനക്ക് ഈ കഴിവുണ്ടെന്നും മോന് ഈ കഴിവുണ്ടെന്നും മോന് ഈ കഴിവിലേക്ക് ഒരു ഇങ്ങനെയുള്ള ഒരു ട്രേസ് ലഭിക്കുമെന്നും ഒക്കെ തോന്നിയൊരു കാര്യം ഇപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കുമല്ലോ, അതെങ്ങനെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? കാരണം ഇങ്ങനെ ഒത്തിരി കഴിവുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്കൊന്നും ആ സ്ഥലത്തേക്ക് എത്തപ്പെടാനുള്ള ഒരു കഴിവ് കാണില്ല. മനസ്സിലായോ? ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിയുള്ള ആ ഒരു കഴിവ് മോനുണ്ടായി. അപ്പം ആ ഒരു സംഭവം മറ്റു കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞാനത് ഗൂഗിളിൽ എടുത്ത്, അപ്പം വേർ ടു അപ്ലൈ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്ത് ഞാൻ നോക്കി. അപ്പം ഇത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു സൈറ്റൊക്കെ കാണിച്ചപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ നമ്പറൊക്കെ തന്നു. ഞാൻ ആദ്യം അമ്മയോടൊക്കെ ചോദിച്ചു ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് നീ നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കി.
അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ എന്തുവാ ഏത് റെക്കോർഡാണെന്ന് ഇവരൊക്കെ ചോദിച്ചു. അപ്പം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എന്തുവാ നേരത്തെ ഇന്ന് റെക്കോർഡുണ്ടെന്നും അത് ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ഇമെയിലിൽ ഒരു ലിങ്ക് അയച്ച്, അപ്പോൾ അതിനകത്ത് വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ പോയി, പിന്നെ 3ാമത്തെ അറ്റംപ്റ്റിലാണ് കിട്ടിയത് ഇത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ബാക്കിയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം മാധവ് പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട ആ വഴി വെട്ടി നമ്മുടെ എല്ലാ സിനിമ നിവിൻ പോളി പറഞ്ഞിട്ട് വഴി വെട്ടി വന്നവനാണെന്നല്ലേ, സ്വന്തമായി വഴി വെട്ടി. അതേപോലെ തന്നെ അപ്പം മറ്റു കുട്ടികൾക്ക് ഇതൊരു പ്രചോദനം കൂടിയാണ്. നിങ്ങൾ ഇപ്പം പല കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും, അവർക്കൊക്കെ എന്തിൽ എത്തപ്പെടാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല എന്നുള്ള ഒരു ചില കഴിവുകൾ ഇപ്പം അദ്ദേഹം കണ്ടെത്തിയ പോലെ തന്നെ, മാധവ് കണ്ടെത്തിയ പോലെ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും നമ്മുടെ നാട്ടിൽ പല റെക്കോർഡുകളും സ്വന്തമാക്കാം. അതിൽ മാധവിനെ എനിക്ക് എന്താ പറയുക, ഒരു ബഹുമാനം തോന്നുന്ന ഒരു കുട്ടിയായി തന്നെ തോന്നുന്നു. സ്വന്തമായി കഴിവ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കഷ്ടപ്പെട്ട് കയറി വന്നു. അതുകൂടാതെ എങ്ങനെയാണ് അത് കിട്ടേണ്ടത്, അതായത് ഇപ്പം നിങ്ങൾ നോക്കി ഫ്രണ്ട് ഇരിപ്പുണ്ട് ഇതിൻ്റെ ഈ ബെൽറ്റും സർട്ടിഫിക്കറ്റ്സും അവന് കിട്ടിയ അവാർഡുകളും ഒക്കെ. അപ്പം അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കിടന്ന് കഷ്ടപ്പെട്ട് പോയ വഴികളും ആ റെക്കോർഡ് നേടിക്കൊണ്ട് വന്ന കഴിവുകളും ഒക്കെ ഓർക്കുമ്പം എനിക്ക് അഭിമാനവും അദ്ദേഹത്തിനോട് മാധവനോട് ഒരു റെസ്പെക്റ്റും എനിക്ക് തോന്നുന്നുണ്ട്. അത് അവൻ തന്നെയാണ് അവൻ്റെ ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതിനുള്ള സൈറ്റ് കയറി അതെല്ലാം സെർച്ച് ചെയ്ത് ആ സൈറ്റിൽ എങ്ങനെയൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്, കാര്യങ്ങൾ ഏത് കോൺടാക്ട് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്നെല്ലാം അവൻ തന്നെയാണ് കണ്ടെത്തിയതും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ. പിന്നെ അമ്മയാണ് കൂടുതൽ നിർബന്ധിച്ചത്. എന്നെക്കാളും കൂടുതൽ അമ്മയാണ് ഇതിനെ കൂടുതൽ പ്രോത്സാഹനം നൽകിയത്. അങ്ങനെയാണ് അവൻ ഈ നേട്ടത്തിലേക്ക് അവൻ തന്നെയാണെന്ന് പറയുന്ന സ്റ്റെപ്പ്. പിന്നെ അവൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഇതിന് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് തുറച്ച് നോക്കണ്ട, കാരണം 10 മിനിറ്റ് അതിൽ തുറച്ച് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ഇട്ടിട്ട് ഓടിക്കളെ. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കണ്ണ് ചിമ്മാതെ നമുക്ക് നോക്കാം. ഓക്കെയാണ്? അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം എന്തായാലും ഇദ്ദേഹത്തിന്റെ കണ്ണിലോട്ട് തന്നെ സൂം ചെയ്തൊന്ന് ക്യാമറയൊക്കെ ടൈമർ. അപ്പോൾ ടൈമർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ച് നേരം മാത്രം നമ്മളിപ്പം അവനെ കൊണ്ട് നിർത്തുന്നുള്ളൂ. കണ്ണിൻ്റെ ഉള്ളിൽ സൂം ചെയ്ത് വെച്ചു. നമുക്ക് നോക്കാം എത്ര നേരത്തോളം ഇദ്ദേഹം ഇങ്ങനെ കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുമെന്ന്. ഈ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നത്. ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഫ്ലാഷ് ലൈറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം അനങ്ങിയിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ നോക്കാം എത്ര നേരത്തോളം. എന്നാലും കുറച്ച് സമയങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എത്ര നേരത്തോളം. നിങ്ങളുടെ വീട്ടിലെ പട്ടി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇപ്പം കണ്ണ് ചിമ്മാതിരിക്കുന്നതിൻ്റെ എന്നത് പട്ടി തകർത്ത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവൻ്റെ ഒരു കിട്ടാൻ അർഹതയായ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എത്ര നേരം ഇരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, 10 മിനിറ്റോളം കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. കാരണം ഒരു മുഖം കറക്റ്റ് സ്റ്റക്കായ ഒരു ഫോട്ടോയിലേക്ക് 10 മിനിറ്റ് നോക്കിയിരിക്കുന്നോട്ടൊരു അവസ്ഥയായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് മതി. ഇപ്പം ഇത്ര നേരമായിട്ട് കണ്ണ് ചിമ്മിയിട്ടില്ല ഇദ്ദേഹത്തിന് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയോ, സൂം ചെയ്തൊന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് വെച്ചേക്കണേ. ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടൈമറിലും കാണാനുള്ള ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് 48 1:49. നമ്മളൊരു 2 മിനിറ്റ് ഇവനോട് പറയുന്നുള്ളൂ കേട്ടോ. വേണ്ട ഇപ്പോൾ ഒന്ന് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ? ഓക്കെ, നോക്കിക്കോണം, സമയം നോക്കിക്കോ, സമയം നോക്കിക്കോ. ഓക്കെ, മതി, ഇത്രയും മതി. ഇപ്പം തന്നെ 2 മിനിറ്റ് 18 സെക്കൻഡ് പുള്ളി അനങ്ങാതിരുന്നിട്ടുണ്ട്. നമ്മൾ ബാക്കി കൂടുതൽ സമയം ഇങ്ങനെ ഒറ്റയടിക്ക് ഇരുത്തി കഴിഞ്ഞാൽ കാണുന്നവർക്ക് അത്ര ഇതായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു കൊച്ചു കുടുക്കനെ നമ്മൾ വിഷ് ചെയ്തേ പറ്റുള്ളൂ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത വർഷം ഇതിന് വേണ്ടിയിട്ട് വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? വേൾഡ് റെക്കോർഡിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക, അഭിമാനിക്കാൻ പറ്റിയൊരു സംഭവം കൂടിയാണ് കേട്ടോ.
അല്ലേ? ആ. ആണല്ലോ. അതെ. അല്ലേ? അതെ. ഒന്ന് ഉഷാറായിട്ട് പറ. അതെ. ഓക്കെ. അപ്പം ഇദ്ദേഹത്തിന്റെ സ്ഥലവും വീടും ഒക്കെ ഒന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം ഹുദ ട്രസ്റ്റ് പബ്ലിക് സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പം സ്കൂളിനും ഇത് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ്. അപ്പം മോനെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, മോന് ഭാവിയിലേക്ക് ആരാവാനാണ് ആഗ്രഹം, അല്ലെ എന്താവാനാണ് ആഗ്രഹം? എനിക്കൊരു NDA ഓഫീസർ ആവാൻ ആഗ്രഹം. ഓക്കെ. അപ്പം ഈ കൊച്ചുമിടുക്കൻ ഇപ്പൊ 10th പഠിക്കുന്നത്, ഈ കൊച്ചുമിടുക്കൻ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അവന്റെ അടുത്ത ആഗ്രഹങ്ങളും ദൈവം അനുഗ്രഹിച്ച് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നിങ്ങളും ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ ഇവൻ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ അടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഹരിപ്പാടിൻ്റെ അഭിമാനമായ ഈ ഒരു കുട്ടി എടുത്ത് വന്ന് ഈ വീഡിയോ എടുക്കാൻ പറ്റിയതിൽ ഞാൻ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുന്നു. ഇനിയും അടുത്തൊരു വേൾഡ് റെക്കോർഡ് എടുക്കുമ്പോൾ വീണ്ടും ഞാൻ തീർച്ചയായിട്ടും നിന്നെ തേടി വരും. അപ്പം ഈ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ തിരിച്ച് അപ്പം നമ്മളുടെ ഈ വീഡിയോ എടുക്കാൻ പറ്റിയതിലും ഇവനെ ഇവിടെ വന്ന് കണ്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയതിനും പിന്നെ ഇവൻ്റെ അടുത്ത വേൾഡ് റെക്കോർഡിലേക്ക് ഞങ്ങൾ ഇവിടെ തേടി വരുമെന്നും കൂടെ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളും അതിൽ വളരെ വലിയ അഭിമാനം കൊള്ളുന്നു, നിൻ്റെ അടുത്ത് വന്ന് ആ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഒന്നുകൂടി പറയുകയാണ്, ഹരിപ്പാട് കവറാട്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. എന്തായാലും ഇദ്ദേഹത്തിനെ തേടി വീണ്ടും പല റെക്കോർഡുകളും വരട്ടെ, ഇദ്ദേഹത്തിനെ തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിന്ന് ഈ കൊച്ചുമിടുക്കൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം. ഇതാണ് അച്ഛൻ, അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുമോ? എൻ്റെ പേര് വിനോദ്. ഇത് അമ്മയാണ് രേണു ടീച്ചർ അല്ലേ? രണ്ടുപേരും ടീച്ചേഴ്സ് ആണ് അല്ലേ? അതെ അതെ അതെ. സാറ് ഞാൻ ഹുദ ട്രസ്റ്റ് പബ്ലിക് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഓക്കെ. ടീച്ചറോ? ഞാനും സെയിം സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. അത് ശരി, ഒരു ഇംഗ്ലീഷ് ഫാമിലിയാണ് കേട്ടോ. ഒരു അനിയത്തിക്കുട്ടി കൂടി ഉണ്ട് കേട്ടോ. അനിയത്തിക്കുട്ടിയുടെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് മൈമിലി. ഞാൻ പഠിക്കുന്ന 3Bയില് ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് ഹുദ ട്രസ്റ്റ് പബ്ലിക് സ്കൂൾ. ഓക്കെ. എല്ലാ ഫാമിലിയും കൂടെ നിങ്ങളുടെ സ്കൂള് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് ഈ കൊച്ചുമിടുക്കനോട് അവൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കാം. അതിന് മുമ്പേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവൻ്റെ ഈ കഴിവുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? മോൻ ഇങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവനിങ്ങനെ റൂമിലിരുന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പ്രാക്ടീസ് ചെയ്യുമ്പം ആദ്യമൊക്കെ നമുക്കൊരു വിഷമം തോന്നി, പഠിക്കുന്ന സമയമല്ല ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതൊരു തോന്നലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ വഴക്ക് പറയുമായിരുന്നു. പിന്നെ സ്കൂളിലെ പ്രിൻസിപ്പലിനോട് നമ്മളിതൊരു അവതരിപ്പിച്ചപ്പം അവിടുത്തെ പ്രിൻസിപ്പലാണ് ഇതിനൊരു പ്രോത്സാഹനം തന്നത്. ഇതൊരു നല്ല കഴിവല്ലേ, ആ കഴിവൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ എന്താണെന്നൊക്കെ ഞങ്ങൾ രണ്ടുപേരോടും ചോദിച്ച്, അപ്പോൾ അതിൻ്റെ പരമായിട്ട് നമ്മളൊരു ചെറിയൊരു പുഷ് കൊടുത്താണ്. അങ്ങനെയാണ് അവൻ ആ കഴിവ് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെയൊരു നേട്ടത്തിന് അർഹനായി മാറിയത്. ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഞാനും ആദ്യം വഴക്ക് പറയായിരുന്നു, ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിരുന്ന് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് അമ്മമാരാകുമ്പോഴത്തേക്ക് ഇച്ചിരി വഴക്കിന്റെ വീര്യം കൂടും അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പല പ്രാവശ്യം എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിർബന്ധിക്കും. നമുക്ക് ഈ ടൈമിന്റെ കുറവ് കാരണം പറയും വേണ്ട പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടും എപ്പോഴും. തുറച്ചു നോക്കുന്ന വീഡിയോ എടുത്തിട്ട് കാണിക്കാനായിട്ട് പറയുമായിരുന്നു. അപ്പൊ ആദ്യം ഒന്നും സമ്മതിച്ചില്ല. ആദ്യം എടുക്കാൻ നിൽക്കും, അന്നേരം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരും, അന്നേരത്തേക്ക് നമ്മൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. പക്ഷെ അവൻ തന്നെ നമ്മുടെ പുറകെ നടന്ന് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് റെക്കോർഡിലേക്ക് നേടും. അപ്പം നമ്മളുടെ ഈ വീഡിയോ എടുക്കാൻ പറ്റിയതിലും ഇവനെ ഇവിടെ വന്ന് കണ്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയതിനും പിന്നെ ഇവൻ്റെ അടുത്ത വേൾഡ് റെക്കോർഡിലേക്ക് ഞങ്ങൾ ഇവിടെ തേടി വരുമെന്നും കൂടെ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളും അതിൽ വളരെ വലിയ അഭിമാനം കൊള്ളുന്നു, നിൻ്റെ അടുത്ത് വന്ന് ആ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഒന്നുകൂടി പറയുകയാണ്, ഹരിപ്പാട് കവറാട്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. എന്തായാലും ഇദ്ദേഹത്തിനെ തേടി വീണ്ടും പല റെക്കോർഡുകളും വരട്ടെ, ഇദ്ദേഹത്തിനെ തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.